കഴിവതും എല്ലാവരും തന്നെ വീഡിയോയിലോട്ട് വരിക. നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ചെറിയൊരു മീറ്റിംഗ് ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന സകല വ്യക്തികളുടെയും ജീവിതത്തിൽ നിങ്ങളൊരു വലിയ മിറക്കിളിനെ കാണാൻ വേണ്ടി പോവാണ്. ദൈവം നമ്മളോട് ഇന്ന് സംസാരിക്കുന്ന സകല കാര്യങ്ങളും ദൈവം അത് റിയൽ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വ്യക്തികളും, ഇതിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികളും, ഈ മെസ്സേജ് കേൾക്കുന്ന സകല വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവെ, അങ്ങയുടെ വലിയ അത്ഭുതം സംഭവിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് അവരുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില ഡോറുകൾ അവരുടെ ജീവിതത്തിൽ ഓപ്പൺ ആകട്ടെ. വലിയ മിറക്കിൾസുകളുടെ ആരംഭമായി ഇത് മാറട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതങ്ങ് ചെയ്ത കൃപയ്ക്കായിട്ട് നാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ദൈവം എനിക്ക് തന്ന ഒരു വചനത്തിലേക്ക് പോകാം. ഉൽപ്പത്തി 12-ന്റെ 2-3 വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഉൽപ്പത്തി 12-ന്റെ 2-3. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമായിരുന്നു. ഇവിടെ അബ്രഹാമിനോട് ദൈവം കൊടുത്ത ഒരു ഉടമ്പടിയാണ് ഉൽപ്പത്തി 12-ൽ പറയുന്നത്. അവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇത് ദൈവം അബ്രഹാമിനോട് പറയുന്ന സമയത്ത് അബ്രഹാമിന് മക്കളില്ല. നമുക്കറിയാം, അബ്രഹാമിന്റെ ഭാര്യ സാറയ്ക്ക് മക്കളില്ല. അവർ ഒത്തിരി വർഷങ്ങളായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുവാണ്. പക്ഷെ ആ സമയത്ത് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നമ്മളോട് പലരോടും ദൈവം എന്താ പറയുന്നത്, പല വാഗ്ദത്തങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളോട് പറയുന്ന സമയത്ത് അതിന് യാതൊരു സാധ്യതയില്ല. മക്കളില്ലാത്ത അബ്രഹാമിനോട് ദൈവം പറയാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അത് നടക്കുന്ന കാര്യമല്ല. വലിയൊരു ജാതിയാക്കും. രണ്ടോ മൂന്നോ പേര് ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, വലിയൊരു ജാതിയാക്കും. ദൈവം നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അത് ഇമ്പോസിബിൾ ആയിരിക്കും. ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് നിങ്ങളുടെ വാക്തത്വങ്ങൾ ഇമ്പോസിബിൾ ആയിരിക്കാം. പക്ഷെ ദൈവം ഒരു വാക്തത്വം നിങ്ങളോട് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിച്ചിരിക്കും. ഇത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇനി കേൾക്കാൻ പോകുന്ന ചിലരോടുള്ള ദൂതാണ്, നിങ്ങൾക്ക് വരാൻ പോകുന്ന നന്മ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡെലിവറൻസ് അത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ടല്ല. ദൈവം എന്തു പറഞ്ഞു അതുപോലെ, അതിന്റെ വള്ളിയും പുള്ളിയും തെറ്റാതെ അതുപോലെ അത് നിവർത്തീകരിക്കപ്പെട്ടിരിക്കും. രണ്ടാമത് പറയുന്നത്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇവിടെ പറയുന്ന കാര്യം, നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാം ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് തന്റെ സ്വദേശമായ ഹാരാനിൽ നിന്നും ദൈവം പറഞ്ഞ കനാൻ ദേശത്തിലോട്ട് പോവാണ്. അവിടെ ചെന്ന സമയത്ത് ദൈവം പറയാം, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും. നാം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഈ കർത്താവിന്റെ മാർഗത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കർത്താവിന്റെ വചനം കേട്ടു, നമ്മൾ ബോണഗേനായി, നമ്മൾ രക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അവിടെ വെളിപ്പെടേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ അനുഗ്രഹം. അവിടെ ഉറപ്പായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടിരിക്കും. ചില ആൾക്കാർ പറയും, ഈ വിശ്വാസത്തിൽ വരുന്നത് അനുഗ്രഹമൊന്നും ആർക്ക് വേണ്ട, കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു. പക്ഷെ റിയാലിറ്റി പറയുവാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിലോട്ടാണ് കടന്നിരിക്കുന്നത്. അനുഗ്രഹം ഇതിന്റെ കൂടെയുള്ളൊരു കാര്യം. അനുഗ്രഹത്തെ നമുക്ക് വേർതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യം, നിന്നെ അനുഗ്രഹിച്ചിട്ട് നിന്റെ പേർ വലുതാക്കും. അതായത് ഈ സമയത്ത് നമ്മളെ ആരും അറിയുന്നില്ല, നമ്മളൊരു വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷേ നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് നിങ്ങളെ വലുതാക്കുന്ന ഒരു ദൈവമുണ്ട്. അനുഗ്രഹിക്കുക മാത്രമല്ല, അനുഗ്രഹിച്ച് നിങ്ങളുടെ പേർ വലുതാക്കും. ഇത് കേൾക്കൊണ്ടിരിക്കുന്ന സകല വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേരും കൂടെ വലുതാക്കും. നിങ്ങൾ ഈ വിശ്വാസ മാർഗത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു വിലയും കാണത്തില്ല. ആരും നിങ്ങളെ നോക്കുന്നില്ലായിരിക്കാം, എല്ലാവരും നിങ്ങളെ നിന്ദിച്ചിരിക്കുകയായിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞ കാര്യം, ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി, ഞാൻ പറഞ്ഞ ഒരു അനുഗ്രഹത്തിന്റെ ഒരു മറ്റൊരു പര്യായ പദമാക്കി മാറ്റും.
മറ്റൊരു വാക്കായിട്ട് നിങ്ങളെ ദൈവം മാറ്റും. കാര്യം നിങ്ങളുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആകും. ഒരു സാധ്യതയില്ല, ഒരു വഴിയില്ല, പക്ഷെ അനുഗ്രഹത്തിന്റെ മറ്റൊരു വാക്കായിട്ട് നിങ്ങളുടെ ജീവിതം മാറും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായി തീരും. നിങ്ങൾ ഒരു അനുഗ്രഹമാവും. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. നിങ്ങളെ നോക്കുന്ന ആൾക്കാർ ദൈവത്തിന്റെ അനുഗ്രഹം കാണും. ഇത് പറയുമ്പം നോർമലി നമ്മളെ തന്നെ നമ്മുടെ തന്നെ ജീവിതം നോക്കുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ സംഭവിക്കും. ഇതൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. അബ്രഹാമിനോട് ദൈവം ഒരു മകനെ കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് സാറ ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെ സാധിക്കും. ഒരു സാധ്യതയില്ല. അബ്രഹാം ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെ സാധിക്കും. അബ്രഹാം വിചാരിച്ചത് തന്റെ ദാസനിൽ കൂടിയായിരിക്കാം ഇത് സംഭവിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്ന കാര്യം നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യമല്ല, ഇപ്പോഴത്തെ നിങ്ങളുടെ ഒന്നുമല്ല, അനുഗ്രഹമായിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളോടും പറയാം, മേ ബി നിങ്ങളുടെ ഫാമിലി ലൈഫ് ഫെയിലിയർ ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് ഫെയിലിയർ ആയിരിക്കാം, മേ ബി നിങ്ങളുടെ കരിയർ ഫെയിലിയർ ആയിരിക്കാം. എന്തു ആയിക്കോട്ടെ, പക്ഷെ ദൈവത്തിന് ചാരത്തിൽ നിന്നും മക്കളെ തരാൻ വേണ്ടി പറ്റും. ചാരത്തിൽ നിന്ന്. അപ്പൊ അബ്രഹാം പറഞ്ഞ കാര്യം, ചാരത്തിൽ നിന്നും മക്കളെ തരാൻ ദൈവത്തിന് പറ്റും. അബ്രഹാമിന്റെ വിശ്വാസമായിരുന്നു. പറയുന്നുണ്ട് ദൈവത്തിന് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കാൻ ഉം, അതിന് പൂർണ്ണമായിട്ട് സാധിക്കും. കാരണം അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മളുടെ മേലുണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണ്? യേശു ക്രിസ്തു യേശു യേശു ക്രിസ്തുവിൽ കൂടി അത് നമ്മളിലേക്കും വന്നിരിക്കുക. ഇതാണ് സത്യം. ഇതാണ് സത്യം, വേറൊന്നുമല്ല. നിങ്ങൾ കാണുന്നതോ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ കൂടെ ജാതികളിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ. ഇപ്പൊ ഞാൻ ആക്ച്വലി എന്റെ പോയിന്റ് ഇതല്ല, ഞാൻ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇബ്രാഹിമിനോട് പറഞ്ഞു നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത് പറയാ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അതായത് ഒരു വ്യക്തി നിങ്ങളെ അനുഗ്രഹിച്ചാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ ആരെങ്കിലും ശപിച്ചാൽ ആ വ്യക്തി ശപിക്കപ്പെടും. ഇത് ഈ നിയമം ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾ നോക്കണം, ഇസ്രായേൽ ജനത ഇപ്പോഴും നോക്കണം. നിങ്ങൾ ഇസ്രായേലിനെതിരെ ആൾക്കാർ യുദ്ധത്തിന് വരുന്നുണ്ട്. പക്ഷെ ഓരോ തവണയും യുദ്ധത്തിന് വരുമ്പോൾ അവരുടെ അവരുടെ എന്താ പറയുക, ആ ശക്തിക്ക് വിരുദ്ധമായിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്. എത്ര ആൾക്കാരെ ശ്രമിച്ചാൽ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം, ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. അത് കവനന്റ് നിൽക്കുന്ന ആൾക്കാരാണ്. ദൈവത്തിന്റെ കവനന്റിനകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആ കവനന്റിന്റെ അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻ അവരുടെ മേലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഒരു വ്യക്തി അനുഗ്രഹിച്ചാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. ഒരു വ്യക്തി ശപിച്ചാൽ ആ വ്യക്തി ശപിക്കപ്പെടും. ഇത് വചനത്തിനകത്ത് എഴുതിയിട്ടുള്ള കാര്യം. അതാണ് നമ്മളിൽ ഉള്ള എന്താ പറയുന്നത്, ആ ഉടമ്പടിയുടെ ശക്തി. ചില ആൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ഒരു ദൈവദാസന് അല്ലെങ്കിൽ മിനിസ്ട്രിക്ക് നിങ്ങൾ ഒരു 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 സീഡ് സോ ചെയ്തെന്ന് വിചാരിക്കും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ പറഞ്ഞ കാര്യം, കാരണം ഈ കവനന്റ് നിമിത്തമാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരു വ്യക്തി അനുഗ്രഹിച്ചാൽ ആ വ്യക്തി ഉറപ്പായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇനി അതിന്റെ മറുവശം, നിങ്ങളെ ആരെങ്കിലും ശപിച്ചാൽ അവര് ശപിക്കപ്പെട്ടിരിക്കും. നിങ്ങൾക്കൊരു കുഴപ്പം വരത്തില്ല, പക്ഷെ അവര് നോക്കിക്കോണം, ദൈവവചനത്തിനെതിരായിട്ട് നിൽക്കുന്ന ആരാണെങ്കിലും, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെ നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്ന ആരാണെങ്കിലും, നിങ്ങളൊന്നും അവർക്ക് വേണ്ടി ചെയ്യണ്ട. നിങ്ങൾ അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പക്ഷെ നിങ്ങൾ നിൽക്കുന്ന കവനന്റ് പ്രകാരം നിങ്ങൾക്കെതിരായിട്ടിരിക്കുന്ന വ്യക്തി അവര് എന്താ പറയുക, ശപിക്കപ്പെടും. ഇത് ദൈവത്തിന്റെ ഞാൻ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് അബ്രഹാമിന് ദൈവം കൊടുത്ത കവനന്റിന്റെ ആദ്യത്തെ ഒരു എന്താ പറയുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാ. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി 14 8-9 വാക്യം. ഉൽപ്പത്തി 14 8-9 വാക്യം. നമ്മൾ ഈ ഉൽപ്പത്തി 14 വായിക്കുവാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു യുദ്ധം നടക്കുന്നതായിട്ട് കാണാം. വേദപുസ്തകത്തിൽ വചനത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യുദ്ധം സംഭവിക്കുന്നത് പഴയ നിയമത്തിൽ സിദ്ദീം താഴ്വരയിൽ വെച്ചാണ്. ബൈബിളിലെ ആദ്യത്തെ യുദ്ധം. ആ യുദ്ധം നടക്കുന്നത് 4 രാജാക്കന്മാർക്കെതിരെ 5 രാജാക്കന്മാർ യുദ്ധം ചെയ്യുക. 4 രാജാക്കന്മാർക്കെതിരെ 5 രാജാക്കന്മാർ. നോക്കാം. അപ്പോൾ സോദോം രാജാവും ഗോമോറ രാജാവും ആത്മാ രാജാവും സെബോയിം രാജാവും സോവർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ
കെദോർ ലായോമർ, ജാതികളുടെ രാജാവായ തീദാൽ, ഷീനാർ രാജാവായ അമ്രാഫൽ, ഏലാസർ രാജാവായ അറിയോക് എന്നിവരുടെ നേരെ പടനിരത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ. നോക്കിക്കോണേ, ഈ ഈ 4 രാജാക്കന്മാർ കുറെ നാളായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മൾ ആ ഉൽപ്പത്തി 14 നിങ്ങൾ വായിക്കുവാണെങ്കിൽ അതിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ കുറെ ഏകദേശം 11 വർഷമാണെന്ന് തോന്നിക്കുന്നു. അത്രയും ഭരിച്ച ശേഷം അവര് ഭരിച്ചുകൊണ്ടിരുന്ന ആ പ്രദേശങ്ങളിലെ 4 രാജാക്കന്മാർ ഇവർക്കെതിരായിട്ട് മാറി. എന്നിട്ട് ആ സമയത്ത് ഒരു യുദ്ധം നടക്കുക. നോക്കിക്കോണെ, 4 രാജാക്കന്മാർക്കെതിരെ 5 രാജാക്കന്മാർ യുദ്ധം ചെയ്യുക. 4 അഗെയിൻസ്റ്റ് ആയിട്ട് 5 രാജാക്കന്മാർ യുദ്ധം ചെയ്യുക. നോർമലി നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ 4 പേർക്കെതിരെ 5 പേര് യുദ്ധം ചെയ്താൽ ഉറപ്പായിട്ടും ആ 5 പേർക്കായിരിക്കും വിജയം വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ബൈബിളിലെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ വായിക്കുവാണെങ്കിൽ കാണാം, ആ 4 രാജാക്കന്മാരാ ജയിച്ചേ. കാരണം ആ 4 രാജാക്കന്മാര് ശക്തന്മാരാ. അവർക്കെതിരെ 5 രാജാക്കന്മാർ വന്നിട്ടും അവര് തോറ്റുപോയില്ല. ആ 4 രാജാക്കന്മാരുമാണ് ജയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ പവർഫുൾ എന്ന് പറയുന്ന ആ 4 രാജാക്കന്മാര്. അപ്പൊ ഈ യുദ്ധം നടന്ന സമയത്ത് നമുക്കറിയാം, ലോത്ത് അബ്രഹാമിന്റെ അടുത്തുനിന്ന് മാറി ഈ പറയുന്ന എന്താ പറയുന്നേ, സോതോം എന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ സോതോം ഗോമോറ സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി പോയി. അവിടെ ആ താമസിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ യുദ്ധം നടന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, സോതോം രാജാവിന് എതിരായിട്ട് ഈ ഒരു യുദ്ധം വരുന്ന സമയത്ത് ഈ 4 രാജാക്കന്മാർക്ക് വിജയം ലഭിച്ചു. അവര് കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി. ആ കൂട്ടത്തിൽ ലോത്തും ഉണ്ടായിരുന്നു. നോക്കിക്കോണം, ഞാനത് വായിക്കാം. ഉൽപ്പത്തി 14-ന്റെ 14 15 മാത്രം. തന്റെ സഹോദരനെ ബന്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. അതാ ഞാൻ പറഞ്ഞ എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലായി? ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ തോന്നി, എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരെ റിബൽ ചെയ്തു. പക്ഷെ വിജയിച്ചത് ഈ 4 രാജാക്കന്മാരാണ്. കാരണം അവരാണ് പവർഫുൾ. അപ്പൊ ഇവരെ കീഴടക്കിയ കൂട്ടത്തില് സോതോമിൽ താമസിച്ചുകൊണ്ടിരുന്ന ലോത്തിനെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് പോയി. ആ ഒരു സിറ്റുവേഷനിൽ അവർക്കെതിരെ ഒരു വ്യക്തിയായ അബ്രഹാം യുദ്ധത്തിന് പോവുക. ആരാ? ഈ ജയിച്ച 4 രാജാക്കന്മാർക്കെതിരെ ഒറ്റ വ്യക്തിയായ അബ്രഹാം യുദ്ധത്തിന് പോവുക. ഇവിടെ എഴുതിയിരിക്കുന്നത്, തന്റെ സഹോദരനെ ബന്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായി 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. അബ്രഹാമിന്റെ കൂടെയുള്ളത് തന്റെ വീട്ടിൽ ജനിച്ച യോദ്ധാക്കളായ 318 പേര്. എന്നിട്ട് നോക്കിക്കോണേ, അവന്റെ താഴോട്ട് വരുമ്പോൾ, രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മേശക്കിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അബ്രഹാം അവർക്കെതിരെ ചെന്നിട്ട് ഈ പറഞ്ഞ എല്ലാരും തോപ്പിച്ചു കളഞ്ഞു. ഈ 4 രാജാക്കന്മാരെ തോപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ട് വന്ന് തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ട് വന്നു. നോക്കിക്കോണം, ഞാൻ പറഞ്ഞ കാര്യം, ഒരു വ്യക്തി, അബ്രഹാം രാജാവല്ല, അബ്രഹാം സാധാരണക്കാരനാണ്, യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്റെ സഹോദരനായ ലോത്തു ആ കൂട്ടത്തിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അബ്രഹാം യുദ്ധം ചെയ്യാൻ പോയത് ഏതെങ്കിലും ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർക്കല്ല, 4 രാജാക്കൻ, അതും 5 രാജാക്കന്മാര് ശ്രമിച്ചിട്ടും വിജയിക്കാനാകാത്ത ആ ശക്തരായ 4 രാജാക്കന്മാർക്കെതിരെയാണ് അബ്രഹാമും കൂട്ടാളികളും യുദ്ധം ചെയ്തത്. അബ്രഹാം ജയിക്കുകയും ചെയ്തു. കാരണം അബ്രഹാമിന്റെ മേലുള്ള കവനന്റ്, അബ്രഹാമിന്റെ മേലുള്ള ഉടമ്പടി. ഇതാണ് നമ്മൾ നിൽക്കുന്ന പവർ. ഒരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു രാജ്യത്തിനോ രാജാക്കന്മാർക്കെതിരെയോ യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഇമ്പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു സാധാരണക്കാരനായ അബ്രഹാം ചെന്ന് തോപ്പിച്ചു. ഇവരെല്ലാം തോപ്പിച്ചിട്ട് ലോത്തിനെയും അവർ കൊണ്ടുപോയ സകല സമ്പത്തിനെയും തിരിച്ചു പിടിച്ചു. ഞാൻ പറഞ്ഞ കാര്യം, മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നെന്ന് വരാം. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ടൈം വന്നെന്ന് വരാം.
പക്ഷെ നിങ്ങളുടെ മേലുള്ള ഉടമ്പടി പ്രകാരം നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. അത് എത്ര വലിയ ആളായിക്കോട്ടെ, എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ, നിങ്ങൾ അതിന്റെ മേൽ ജയിച്ചു കടന്നിരിക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ എത്ര പേർക്ക് അതിന്റെ എന്താ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി? നമ്മൾ നിൽക്കുന്ന കവനന്റെ ശക്തി മനസ്സിലായി. സാധാരണക്കാരനായ അബ്രഹാമിന് ആ ശക്തരായ 4 രാജാക്കന്മാരെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാം, അവൻ കേദാർ ലായോമരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ, ഈ കേദാർ ലായോമർ എന്ന് പറഞ്ഞ ആ രാജാവാണ് അവരുടെ എന്താ പറയുന്നത് എന്ന് പറഞ്ഞ അതിന്റെ ലീഡർ എന്ന് പറയുന്നത്. ആ ലീഡറിനെയും കൂടെയുള്ള രാജാക്കന്മാരെ അബ്രഹാം തോൽപ്പിച്ച് കളഞ്ഞു. തോൽപ്പിച്ച് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. സോദോമിലെ രാജാവ് നേരിട്ട് അബ്രഹാമിനെ എതിരേക്കാൻ വേണ്ടി ചെല്ലുക. നോക്കിക്കോണേ, നമ്മുടെ ഒരു എന്താ പറഞ്ഞ ഒരു സ്റ്റാറ്റസ് വെച്ചോണ്ടോ നമ്മുടെ ഒരു കഴിവ് വെച്ചോണ്ടോ ഇത് നടക്കത്തില്ല. നിങ്ങൾ എവിടെ ചെന്നാലും എന്ത് പ്രതികൂലമായിക്കോട്ടെ, അതിൻ്റെ മേൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തിയാൽ വിജയം നേടാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. അബ്രഹാമിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൈവം ഒരു കവനന്റ് തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ദൈവം ഒരു ഉടമ്പടി തന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആർക്കും നിങ്ങളെ തകർക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇംപോസിബിൾ ആണ്. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളെ തകർക്കുവാൻ ഇംപോസിബിൾ ആണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഈ ഒരു വചനം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്ത് ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ സിറ്റുവേഷന്റെ മേൽ നിങ്ങൾ ഈ വചനത്തിന്റെ റെവലേഷൻ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ മേൽ നിങ്ങൾക്ക് വിജയം വെളിപ്പെട്ടു വരും. വിജയത്തെ ദൈവം ഞാൻ പിന്നെയും പറയുകയാണെ, ഇത് നിങ്ങൾ കഴിയുന്ന ആൾക്കാർ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കുക. കാര്യം ഇത് ഞാൻ വെറുതെ ഒരു പ്രസംഗം പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇത് റിയൽ റെവലേഷൻ ആണ്. ഈ റെവലേഷനകത്ത് ഒരു ശക്തിയുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ത് സിറ്റുവേഷൻ ആണേലും വിജയം നിങ്ങൾക്കുള്ളതാണ്. തോറ്റതുപോലെ തോന്നിക്കാം, നെഗറ്റീവ് വന്നെന്ന് വരാം, പക്ഷേ നിങ്ങളെ ജയിക്കത്തുള്ളൂ. നിങ്ങൾ മാത്രമേ ജയിക്കത്തുള്ളൂ. എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ മാത്രമേ ജയിക്കത്തുള്ളൂ. കാരണം ഇവിടെ പറഞ്ഞ കാര്യം നോക്കി, അവൻ സമ്പത്തൊക്കെ മടക്കിക്കൊണ്ട് വന്നു. എല്ലാ സമ്പത്തും അവർ പിടിച്ചോണ്ട് പോയ, ഈ പറഞ്ഞ ലോത്തിന്റെ മാത്രമല്ല, ഈ മറ്റുള്ളവരുടെ ഉൾപ്പെടെ നഷ്ടപ്പെട്ട സമ്പത്തും അബ്രഹാം മടക്കിക്കൊണ്ട് വന്നു. നിങ്ങളുടെ അടുത്തുനിന്ന് എന്ത് നഷ്ടപ്പെട്ടോ അതിൽ കൂടുതൽ നിങ്ങളുടെ അടുത്ത് തിരികെ വരും. ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്തുനിന്ന് തിരികെ വരുന്നത് ഇരട്ടിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് നിസ്സാരമായ കുറച്ച് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ തിരികെ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ആൾക്കാർ പറയായിരിക്കും നിങ്ങൾ സാമ്പത്തികമായിട്ടില്ലാത്ത ആൾക്കാരായിരിക്കാം, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കാം. പക്ഷെ നിങ്ങൾ നിമിത്തമായിരിക്കും ഈ പറയുന്ന ആൾക്കാർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് ഇവര് പറഞ്ഞ സകല കാര്യങ്ങളും അവർക്ക് മാറ്റി പറയേണ്ടതായിട്ട് വരും. എന്റെ ജീവിതത്തിൽ എനിക്ക് ആരൊക്കെ എതിരായിട്ട് നിന്നിട്ടുണ്ടോ അതേ ആൾക്കാർ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ ആക്ച്വലി അങ്ങനെയുള്ള ടെസ്റ്റിമണീസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഏതൊക്കെ സമയത്ത് എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടോ അതേ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊരു കുരുക്ക് വന്നുപോയി. എനിക്കെതിരായിട്ട് നിന്നു, പക്ഷെ അവരുടെ മേത്തൊരു കുരുക്ക് വന്നു. ആ കുരുക്ക് മാറാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ട വന്നിട്ടുണ്ട്. കാരണം അനുഭവമാണ് ഈ പറയുന്നത് കാര്യം. ഞാൻ നിൽക്കുന്ന കവനന്റ്, നിങ്ങൾ നിൽക്കുന്ന കവനന്റ്, നിങ്ങളുടെ കൂടെ ഒരാള്, ഞാൻ പറഞ്ഞു, നിങ്ങളെ ബ്ലസ് ചെയ്യുന്ന ആൾക്കാരെ ബ്ലസ് ചെയ്യപ്പെടും, നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ശപിക്കപ്പെടും. കാരണം നിങ്ങളൊന്നും ചെയ്യുന്നതല്ല, കവനന്റിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഉടമ്പടിയുടെ ശക്തി. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി 32 24, 25, 26 വാക്യം. 25, 24 ഉൽപ്പത്തി 32 24 തൊട്ട് 28 വരെയുള്ള വാക്യം. സാമ്പ്ര തുറന്ന് വായിക്കോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. ഉൽപ്പത്തി 32 24 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ. അൺമ്യൂട്ട് ചെയ്തോ? ഒരു മിനിറ്റ്, ഞാൻ പെർമിഷൻ തരാം. ഒരു മിനിറ്റ് വെയിറ്റ്.
ഇനി അൺമ്യൂട്ട് ചെയ്യാം, കുഴപ്പമില്ല. അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ. അപ്പോ അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കിയാൽ യാക്കോബിന്റെ തുടയുടെ തടം ഇളകിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. നോക്കിക്കോണേ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം. യാക്കോബ് തനിക്കുള്ളതും തന്റെ വസ്തുവകളെല്ലാം യാബോക്കിന്റെ അപ്പുറത്തോട്ട് കടത്തിവിട്ട ശേഷം യാക്കോബ് ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ആ സമയത്ത് ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. ഇവിടെ ആക്ച്വലി ആ പുരുഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏഞ്ചലാണ്. എന്നിട്ട് അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. നോക്കിക്കോണേ, യാക്കോബിന് യാക്കോബിനോട് ഒരു ഏഞ്ചൽ വന്ന് മല്ല് പിടിക്കുക. അത് ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ആൻഡ് ദർ റെസിൽഡ് എ മാൻ വിത്ത് ഹിം ആൻഡിൽ ദ ബ്രേക്കിംഗ് ഓഫ് ദ ഡേ. ഒരു ഏഞ്ചൽ വന്ന് യാക്കോബുമായിട്ട് മല്ല് പിടിക്കുക. പക്ഷെ ഈ ഏഞ്ചലിന് യാക്കോബിനെ ജയിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പല ആൾക്കാരും പല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു പ്രാർത്ഥനയെ കുറിച്ചാണ്, അങ്ങനെ എങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ഈ ഏഞ്ചലിന് യാക്കോബിനെ ജയിക്കാൻ വേണ്ടി പറ്റിയില്ല? ഞാൻ പറയുന്നത് തൊടയുടെ തടം തൊട്ട സമയത്ത് അവിടെ ഒരു ഉളുക്ക് വന്നു. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. റിയൽ റീസൺ ഏഞ്ചലിന് യാക്കോബിനെ ജയിക്കാൻ പറ്റാത്തതിന്റെ കാര്യം, യാക്കോബും ഇതേ ഉടമ്പടി നിൽക്കുന്ന വ്യക്തിയെ. കാരണം അപ്പനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. അതുപോലെ ഒരു ഉടമ്പടി ദൈവം യാക്കോബിനോടും ചെയ്തിട്ടുണ്ട്. കാര്യം യാക്കോബ് തന്റെ അപ്പന്റെ അടുത്തുനിന്ന് മാറി പോകുന്ന സമയത്ത് എന്താ പറയുന്നത്, ഒരു സ്വപ്നം കണ്ട് എല്ലാ കാര്യം ഒരു ലാഡർ കാണുന്നു. ആ ലാഡറിൽ കൂടെ ഏഞ്ചൽസ് കയറി ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവം അതിന്റെ അവിടെ നിൽക്കുന്നു. ഇതെല്ലാം സ്വപ്നത്തിൽ കൂടെ കണ്ട കാര്യം. പക്ഷെ അവിടെ നമ്മൾ ഉൽപ്പത്തി 28ന്റെ 13, 14, 15 വായിക്കുവാണെങ്കിൽ യാക്കോബിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അതിന്റെ മീതെ യഹോവ നിന്നു അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. അബ്രഹാമിനോട് പറഞ്ഞതിന്റെ കുറച്ചും കൂടെ എക്സ്പാൻഡഡ് വേർഷൻ ആയത്. ഇവിടെയും പറയുന്നുണ്ട്. എന്താ പറയുന്നേ, നീ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. അതായത് ഒരു ജാതിയാക്കെന്ന് പറഞ്ഞു. അതിന്റെ കുറച്ചും കൂടെ എക്സ്പാൻഡഡ് വേർഷൻ പറയും, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. കാരണം എണ്ണാൻ പറ്റത്തില്ല. എന്നിട്ട് എല്ലായിടത്തോട്ടും പരക്കുന്നതായിട്ട് പറയും. എന്നിട്ട് പറയുകയാണ്, നീ നിന്റെ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറഞ്ഞ പോലെ സെയിം. കാരണം നീ നിമിത്തം എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ പണി പോകും. നീ ഒരു അനുഗ്രഹമായിരിക്കും. എന്നിട്ട് പറയേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതായത് യാക്കോബിന്റെ കൂടെ ദൈവമുണ്ട്. ദൈവമാണ് യാക്കോബ് പോയ സ്ഥലത്ത് അറിയാം, ലാബാൻ യാക്കോബിനെതിരെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ജയിച്ചത് യാക്കോബാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ കാര്യങ്ങൾ അതല്ല. നമുക്ക് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. എന്തൊക്കെ ലാഭം ചെയ്തോ അതിനകത്തെല്ലാം യാക്കോബിന് എന്താ പറഞ്ഞ വിജയം വന്നു. യാക്കോബ് പോകുന്നിടത്തൊക്കെ ഏഞ്ചലും ഉണ്ട്. കാരണം ദൈവത്തിന്റെ ഉടമ്പടിയാണ്. ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്ത് നിന്നെ മടക്കി വരുത്തും. ആൻഡ് ബിഹോൾഡ് ഐ ആം വിത്ത് thee ആൻഡ് ഐ വിൽ കീപ് thee in all places whither thou goest. അതായത് ഈ ഏഞ്ചൽ മല്ല് പിടിക്കുന്ന പറയുമ്പോഴും യാക്കോബിന്റെ കൂടെ ഉള്ളത് ദൈവമാണ്. ദൈവം തന്റെ കവനന്റിനെതിരായിട്ടൊന്നും ചെയ്യത്തില്ല. അതാണ് കാര്യം. അതായത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് എന്താ പറയുന്നത്, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെയാണ്. സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ആർക്കും അതിനെ മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. കവനന്റ് നിമിത്തം. അതായത് ദൈവത്തിന് ഒരിക്കലും യാക്കോബിനെ തോൽപ്പിക്കാനാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. കവനന്റ് നിമിത്തം അത്
ഈ പറഞ്ഞ പോലെ ഏഞ്ചലിന് യാക്കോബിനെ ജയിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. മനുഷ്യരോട് എപ്പോഴാണ് മല്ല് പിടിച്ചത്? മനുഷ്യരോട് മല്ല് പിടിച്ചെന്ന് പറയുകയാണെങ്കിൽ ലാബാന്റെ അവിടെ പോയി താമസിച്ചു, കുറച്ച് കാര്യങ്ങൾക്കൂടെ കടന്നുപോയി, അവിടെ ജയിച്ചു. അവിടെ യാക്കോബ് പരാജയപ്പെട്ടില്ല. വിജയിയായിട്ട് വലിയൊരു കൂട്ടമായിട്ടാണ് വരുന്നത്, വലിയൊരു കൂട്ടമായിട്ട്. ഇപ്പൊ പറയാണ് ദൈവത്തോട് മല്ല് പിടിച്ചു. കാരണം ദൈവത്തിന്റെ ഒരു ഏഞ്ചലിനോടാണ് മല്ല് പിടിച്ചത്. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളുടെ മേൽ നിൽക്കുന്ന കവനന്റിന് ശക്തിയുണ്ട്. ദൈവം തന്റെ കവനന്റ്, തന്റെ ഉടമ്പടി മാറ്റത്തില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ബ്ലഡ് കവനന്റിലാണ്, രക്ത ഉടമ്പടിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. യേശു തന്റെ രക്തം കൊണ്ട് പുതിയ നിയമത്തിൽ ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി പ്രകാരം നമ്മളെല്ലാവരും വിശുദ്ധരാണ്, നീതിമാന്മാരാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ എന്താ പറയുന്നത്, നമ്മൾ കളങ്കമില്ലാത്ത വ്യക്തികളാണ്, നമ്മൾ അക്സെപ്റ്റബിൾ ആണ്, നമ്മൾ മക്കളാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ദൈവത്തിന്റെ ഉടമ്പടിയുടെ ശക്തി. ഈ ഉടമ്പടി നിങ്ങളുടെ മേലുണ്ട്, ഈ ഉടമ്പടി എൻ്റെ മേലുണ്ട്. നിങ്ങൾ സാധാരണക്കാരായ വ്യക്തിയല്ല. ഞാൻ പറഞ്ഞ കാര്യം, ഒരാൾക്കും ഒരു സാഹചര്യത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഒരാൾക്കും ഒന്നിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല. പല സമയത്തും നമുക്ക് തന്നെ ചിന്ത വരും, നമ്മളെന്ന വ്യക്തിക്ക് നമ്മൾ ആക്ച്വലി ഫ്ലഷിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഈ ശരീരം മൺപാത്രമാണ്. ഒരു വായിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ സ്ഥാനത്തിൽ നിൽക്കുന്ന മൺപാത്രമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ബലഹീനതകളുണ്ട്. ചില സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സ് പോലും മാറിപ്പോകും. എന്നാലും ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ഉടമ്പടിയിൽ നിന്ന് മാറത്തില്ല. ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിനധികം, വചനത്തിൽ നിന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. നിങ്ങൾ വചനത്തിൽ നിന്ന് മാറിയാൽ ഒന്നും സംഭവിക്കത്തില്ല. നീ പിന്നെയും പറയുവാണെ, ഒരു ദൈവദാസനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുറെ യൂട്യൂബിലെ വീഡിയോ കാണുന്നതുകൊണ്ടോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് അതിനെ നിങ്ങൾ ധ്യാനിച്ചാൽ, രാപ്പകൽ ധ്യാനിച്ചാൽ, അതിനകത്ത് നിങ്ങൾ കണക്ട് ചെയ്ത് നിന്നാൽ റിസൾട്ട് വന്നിരിക്കും. ഫീലിങ്സ്, ഇമോഷൻസിന് വലിയ കാര്യമൊന്നുമില്ല. ചില സമയത്ത് നിങ്ങൾ തോന്നും, യോ എന്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള കുറെ നെഗറ്റീവ് ചിന്തകൾ വരും. നിങ്ങളുടെ ഫീലിങ്സിന് വലിയ കാര്യമില്ല. എന്നോട് പല ആൾക്കാരും ഫീലിങ്സ് പറയുമ്പോൾ ഞാൻ അവരുടെ ഫീലിങ്സിനെ ശ്രദ്ധിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം എന്തോ പറഞ്ഞോ അതുപോലെ സംഭവിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ പറയാം, ഞാൻ ഇപ്പൊ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അതാണ് സത്യം, അതാണ് സത്യം. ഞാൻ പറഞ്ഞ കാര്യം, ദൈവം തന്റെ ഉടമ്പടിയെ ഒരിക്കലും മാറ്റത്തില്ല. ഒരു വാക്യം വായിക്കാം, സമ്പ്രദായം വായിക്കണേ. ഉൽപ്പത്തി 9 12 തൊട്ട് 15 വരെയുള്ള വാക്യം. ഉൽപ്പത്തി 9 12 തൊട്ട് 15 വരെയുള്ള വാക്യം. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളം ആവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിന്റെ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെ നശിപ്പിക്കുവാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. നോക്കിയേ, ഒരു പ്രളയം വന്നു, സകല വ്യക്തികളും ഭൂമിയിലുള്ള എല്ലാം നശിച്ചുപോയി. നോഹയും മക്കളും ഒഴിച്ച് ബാക്കി എല്ലാവരും നശിച്ചുപോയി. അതിനുശേഷം ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കുവാണ്. ആ ഉടമ്പടി പ്രകാരം ദൈവം തന്റെ വില്ലിനെ മേഘത്തിന്റെ മേൽ വെക്കുക. ഇത് കാണുമ്പം ദൈവത്തിന്റെ മെമ്മറിയിൽ അതുകൊണ്ട് ഈ ഉടമ്പടി പ്രകാരം ഇനിയും ഒരു പ്രളയം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഒരു നാശം ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അവിടെ ദൈവത്തിന്റെ ഒരു ഉടമ്പടി പ്രകാരം ദൈവം സകലത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുക. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം, പിന്നെയും ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാണിത്. ഇംഗ്ലീഷിലിരിക്കുന്നത് ദ കവനന്റ് തന്നെയാണ്. ദിസ് ഇസ് ദ ടോക്കൺ ഓഫ് ദ കവനന്റ് which I make between me and you and every living creature that is with you for perpetual generations.
ഇവിടെ ദൈവം ഒരു ഉടമ്പടിയെ കുറിച്ച് പറയുക. ഈ ഉടമ്പടി എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി തന്റെ വില്ലിനെ മേഘങ്ങളിലോട്ട് വെക്കുക. ഞാൻ എൻ്റെ വില്ല് മേഘത്തിന്റെ മേൽ വെക്കും. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ദൈവവും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമാണ് ആ വില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയെ എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ഇനി നശിപ്പിക്കത്തില്ല, അങ്ങനെ സംഭവിക്കത്തില്ല എന്നതിന്റെ അടയാളമായിട്ട് ദൈവം അവിടെ അത് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ദൈവം ഈ ഒരു മഴവില്ലിനെ കാണുമ്പോൾ തന്റെ നിയമത്തെ ഓർക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ കാണുമ്പോൾ ദൈവത്തിനൊരു ഓർമ്മയുണ്ട്. കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ആ പെർഫെക്റ്റ് കവനന്റിനെ ദൈവം എപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ എന്തോ ഒരു ലൈഫ് ജീവിച്ചു പോവല്ല. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ പ്രഷ്യസ് ആണ്. ഞാനും നിങ്ങളും, നമ്മളെല്ലാവർക്കും നമ്മളെല്ലാവരും ദൈവത്തിന് ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരാണ്. ദൈവത്തിന് പക്ഷഭേദമില്ല. ചിലർ പറയാറുണ്ട്, ദൈവത്തിന് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, മറ്റുള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ഒരുപോലെ, ഒരേ അളവിൽ, എന്താ പറഞ്ഞ ആ ഇമ്പോർട്ടൻസോടെ ദൈവം സ്നേഹിക്കുന്നു. കാരണം ദൈവം നമ്മളെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് അറിയുന്നു. ദൈവം നമ്മുടെ പേരറിയുന്നു. ദൈവം നമ്മുടെ ഫീലിങ്സിനെ അറിയും. ദൈവം നമ്മുടെ കാര്യങ്ങളെ സകലതിനെ അറിയുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, കാരണം നമുക്ക് വേണ്ട എന്താണെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. സകലതും നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഒന്നുപോലും കരുതാതിരുന്നിട്ടില്ല. പക്ഷേ നമുക്ക് ആ റെവലേഷൻ ഉണ്ടായിരിക്കണം. കർത്താവിനെ കുറിച്ചുള്ള റെവലേഷൻ എത്രമാത്രമാണ്, അതുപോലെ ഇത് വെളിപ്പെട്ട് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ഒരു വാക്യമുണ്ട്. യെശയ്യാവ് 49:15-16. യെശയ്യാവ് 49:15-16. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുന്നു, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുന്നു. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നോക്കിക്കോണേ, ആദ്യം പറയുന്ന കാര്യം, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുന്നു. പല പ- ഞാൻ ഞാൻ ചെറുപ്പത്തിലൊക്കെ ആലോചിച്ചിട്ടുണ്ട്, അല്ലെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാര്യം, ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് റിയാലിറ്റി. പക്ഷെ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അമ്മമാര് തന്നെ കുഞ്ഞുങ്ങൾക്കെതിരെ ചെയ്തിട്ട് അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചുരുക്കം പറഞ്ഞാല്, അമ്മ പോലും കൊച്ചിനെ കൈവിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ദൈവം പറയുവാണ്, അങ്ങനെ സംഭവിച്ചാലും അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവം നമ്മളെ മറക്കത്തില്ല. ദൈവം നമ്മളെ എപ്പോഴും ഓർക്കുന്നു. ദൈവം നമ്മളെ എങ്ങനെയാ ഓർക്കുന്നത്? ആ ഉടമ്പടിയുടെ സിമ്പലായിട്ട്, അതായത് ഭൂമിയും ദൈവവും തമ്മിലുള്ള ആ ഉടമ്പടിയുടെ സിമ്പലായിട്ട് അവിടെ എന്താ ചെയ്ത്, ഒരു മഴവില്ലിനെ അവിടെ വെച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ദൈവം നമ്മളെ തൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. എങ്ങനെ? ഈ ഉള്ളം കയ്യിലെ വരച്ചിരിക്കുന്നു പറയുകയാണെങ്കിൽ, ദൈവം നമ്മളെ എപ്പോഴും ഓർക്കുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, യേശു തന്റെ റിസറക്ട് ചെയ്തിട്ട് എന്താ ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് വരുന്ന സമയത്ത് യേശു കാണിക്കുന്നുണ്ട് തന്റെ കയ്യിലെ അടയാളം, ആ ആണിപ്പഴുത്, വിലാപ്പുറത്തെ കാര്യം അതും മാഞ്ഞു പോയിട്ടില്ല. അത് അവിടെ അപ്പോഴും ഉണ്ട്. വേണമെങ്കിൽ അതിനെ മാറ്റി കംപ്ലീറ്റ്ലി എന്താ പറഞ്ഞ അങ്ങനെ ഒരു ബോഡി കർത്താവിന് എടുക്കാം. പക്ഷെ ഇത് കർത്താവ് മായ്ച്ചു കളഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല, നമ്മൾ ആ വാക്യം വായിക്കും, നമുക്ക് കാണാം. അതുകൊണ്ടാണ് തോമസിനോട് പറഞ്ഞ് എന്റെയൊക്കെ അതിനകത്ത് വിരലിടുക, വിലാപ്പുറത്ത് കൈയിടുക എന്ന് പറഞ്ഞ കാര്യം. അങ്ങനെ തന്നെയാണ്. ഈ റെവലേഷൻ, നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞാടിനെ കാണിക്കുന്നു. ആ കുഞ്ഞാടിനെ കാണിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന, പ്രത്യേകമായിട്ട് എഴുതിക്കുന്ന അറിയോ, അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാട് അവിടെ പറയുക. അതായത് യേശുവിനെ നമ്മൾ ഇനിയും കാണുമ്പോഴും യേശുവിന്റെ കയ്യിൽ ആ പാടുണ്ട്, അത് പോകത്തില്ല. കാരണം ഇത് കാണുമ്പോൾ കർത്താവ് നമ്മളെ ഓർക്കുക. നമുക്ക് വേണ്ടി കർത്താവ് ഈ ക്രൂശിൽ മരിച്ചു. ആ രക്ത ഉടമ്പടി പ്രകാരം നമ്മൾ രക്ഷപ്പെട്ടു. ഇതുപോലെ ഭാഗ്യം ചെയ്ത വ്യക്തികൾ വേറെ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം, കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണോ, നിങ്ങൾ നശിച്ചു പോകത്തില്ല. കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണോ, നിങ്ങൾ എന്ത് പ്രോബ്ലത്തിൽ കൂടെ പോയാലും
നിങ്ങൾ പുറത്ത് വന്നിരിക്കും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. ഇതാണ് സത്യം. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഉടമ്പടിയുടെ ശക്തി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അവരനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ ശപിക്കുന്നവർ അവർ ശപിക്കപ്പെടും. ഇതാണ് സത്യം. ഒരു വാക്യമുണ്ട്, ഞാൻ ആ ഒരു വാക്യം കൂടെ, ഞാൻ ആക്ച്വലി ആ ഒരു വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. കാര്യം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ വഴി കൂടെ നടന്നു പോയിരുന്നു. ആ സമയത്ത് ദൈവം എന്നോട് ഒരു വാക്യം സംസാരിച്ചു. ആ വാക്യം പറയുന്നത്, അപ്പൊ ആ വാക്യം ഞാൻ എടുത്ത് നോക്കിയപ്പം ഈ ഒരു കാര്യമാണ്: നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. എന്റെ വാക്യം വായിക്കാം. യെശയ്യാവ് 41:11-12 വാക്യം. യെശയ്യാവ് 41:11-12. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയുമാകും. അബ്രഹാമിനോട് ഒരു വ്യക്തി യുദ്ധം ചെയ്താൽ ആ വ്യക്തി പിന്നെ ഇല്ല. ആ പറയുന്ന 4 രാജാക്കന്മാരെ കുറിച്ച് പിന്നെ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. ആ ഒരു അതിനെക്കുറിച്ച് ഒരു മെൻഷൻ പോലും ഇല്ല. പക്ഷെ അബ്രഹാമിനെ കുറിച്ചുണ്ട്. ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിന്നാൽ, ഞാൻ പറഞ്ഞ കാര്യം, അവർ നശിച്ചു പോകും. അത് രാജ്യമാണെങ്കിൽ രാജ്യം, വ്യക്തിയാണെങ്കിൽ വ്യക്തി, ഒന്നിനും നിങ്ങൾക്കെതിരെ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. ഞാനിത് പറഞ്ഞ കാര്യം, ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ശക്തികൾ നശിച്ചു പോവുക. അതെന്ത് ഡെമോണിക് ആയിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പറയുവാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി റിലീസ് ആകുക. ആര് എതിര് നിന്നാലും, ഇവിടെ പറഞ്ഞ അതേ വാക്യം, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. കാരണം നിങ്ങൾക്ക് അവർക്കെതിരെ ദോഷം ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. നിങ്ങൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാ. എന്നാൽ പോലും ചില വ്യക്തികൾ കാരണമില്ലാതെ നിങ്ങളെ ഉപദ്രവിക്കുക. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുവാണെ അവര് നശിച്ചില്ലാതെയാകും. നിന്നോട് വിരോധിക്കുന്നവർ നശിച്ചില്ലാതെയാകും. ഇനി ഒരു വാക്യം, യെശയ്യാവ് 54:15-17 വാക്യം. യെശയ്യാവ് 54:15-17. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. ആരെങ്കിലും നിങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങൾ പറയരുത്, ദൈവം എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന, ദൈവത്തിനോട് സ്നേഹം അല്ല. ഏതെങ്കിലും ഒരു നെഗറ്റീവ് തിങ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം വെച്ചതാണ്. ദൈവത്തിൽ നല്ല ഇത് സംഭവിക്കുന്നു. അത് പിശാചാണ്. പിശാച് ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ആരുടെങ്കിലും ഇത് ഓണാണോ? ഒന്ന് മ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ. പിശാച് ഒരു വ്യക്തിയെ നിങ്ങൾക്കെതിരായിട്ട് നിർത്തുവാണെങ്കിൽ ഈ വചനപ്രകാരം അത് മാറിപ്പോയിരിക്കും. അത് ചില ആൾക്കാർ പറയും, ഞങ്ങൾക്കെതിരെ എന്താ പറയുന്നേ, മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെ ക്ഷുദ്രപ്രയോഗം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെ ഭയങ്കര പ്രശ്നമാണ്. ഈ വചനപ്രകാരം നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ആ വ്യക്തി നശിച്ചു പോയിരിക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. വർഷങ്ങളായിട്ട് നമ്മളോട് വളരെയധികം നമ്മുടെ ഫാമിലിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അവർക്കൊരു പ്രശ്നം വന്ന സമയത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. കാരണം അവരുടെ ജീവിതത്തിൽ അതുപോലെ പ്രശ്നങ്ങളാണ്, 1 by 1. റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം ഞാനെന്ന വ്യക്തി അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കർത്താവിൽ വന്നു, ഞാൻ കർത്താവിന്റെ വചനം പറയുന്നു. ഇപ്പൊ സംഭവിച്ച കാര്യം, ചെയ്തുകൊണ്ടിരുന്ന കാര്യം എല്ലാം തിരിഞ്ഞുപോയി. ഇപ്പൊ എല്ലാം അപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ശത്രുവിന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു കാര്യമുള്ളൂ: നിങ്ങളോട് സഖ്യത ചെയ്യണം, നിങ്ങളെ അനുഗ്രഹിക്കണം, എന്നാൽ അവരും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളോട് എതിരിട്ടുകൊണ്ട് നിന്നാൽ അവര് നശിച്ചു പോകും. കാരണം കവനന്റ് ഡിഫറെന്റ്, ഉടമ്പടി ഡിഫറെന്റ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അതായത് 54:17 ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്ന യഹോവ അരുളി ചെയ്യും. അതായത് നിങ്ങൾക്ക് വിരോധമായിട്ടുള്ള ഒരു ആയുധവും ഫലിക്കത്തില്ല. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഞാൻ പറയുന്ന കുറച്ചും കൂടെ
ഒരു പവർഫുൾ റെവലേഷൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ഒരു ആയുധം ഇല്ല. അതാണ് സത്യം. കാരണം യേശു നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുക. അബ്രഹാമിനോടല്ല, യാക്കോബിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ ആ നേരത്തെ പറഞ്ഞ വാക്യത്തിനകത്തുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നീ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. ആ വാക്തത്വം നമ്മളെ കുറിച്ചാണെങ്കിൽ നമ്മൾ പോകുന്നത് സകലയിടത്തും ദൈവം നമ്മുടെ കൂടെ ചലിക്കുക. ദൈവത്തിനെതിരെ ആർക്കെങ്കിലും നിൽക്കാൻ വേണ്ടി പറ്റൂ? എത്ര വലിയ ആയുധം കൊണ്ട് വന്നാലും ദൈവത്തിനെതിരെ പറ്റത്തില്ല, നടക്കത്തില്ല. അപ്പൊ ഒരു ആയുധവും നിങ്ങൾക്കെതിരെ നിലനിൽക്കത്തില്ല. ആയുധം കൊണ്ട് വരുന്നയാളുടെ കഷ്ടകാലം, അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആയുധം കൊണ്ട് വരുന്നയാളുടെ കഷ്ടകാലം, ചെയ്യുന്ന ആൾക്കാരുടെ കഷ്ടകാലം. നിങ്ങൾ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ശക്തി വർദ്ധിച്ചു വരും. നിങ്ങൾ താഴെ പോകത്തില്ല. ഒരു വാക്യമുണ്ട്, 2 ശമൂവേൽ 3:1. 2 ശമൂവേൽ 3:1 നമ്മൾ വായിക്കുവാണെങ്കിൽ അറിയാം, ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാല യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. നോക്കിയോ, ദാവീദ് എന്ന വ്യക്തി ഒരു ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും ആഗ്രഹമില്ല ശൗലിനെ നശിപ്പിക്കണം, ശൗലിനെതിരായിട്ട് നിൽക്കണമെന്ന് ദാവീദിന് ഒരു ആഗ്രഹമില്ല. ശൗലിന്റെ മേൽ ഒരു പിശാച് വന്നിട്ട്, നെഗറ്റീവ് വന്നിട്ട് ഈ ദാവീദിനെ അങ്ങ് ഉപദ്രവിക്കുക, ദാവീദിനെ ഇട്ട് ഓടിക്കുക. 2 ശമൂവേൽ 3:1. 2 ശമൂവേൽ 3:1 ഇത് പറയുന്നത്. 2 ശമൂവേൽ 3:1 ആണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ദാവീദിനെതിരെ മാക്സിമം ഉപദ്രവിക്കുക, എല്ലായിടത്തും ഇട്ട് ഓടിക്കുന്നു. പക്ഷെ ദാവീദും പോകുന്നു. ദാവീദ് പക്ഷെ ശൗലിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. സംഭവിച്ച കാര്യം, യുദ്ധം നടന്നു, ദാവീദിന്റെ ബലം കൂടിക്കൂടി വന്നു, ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചു വന്നു. നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ താഴോട്ട് പോകത്തില്ല, നിങ്ങൾ ഉയർന്നു വരും. നിങ്ങൾ 1 by 1 ഓരോ പടിയും നിങ്ങൾ ഉയർന്നു വരും. എതിരെ നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഒരു ദിവസം നോക്കും, അവരെ കാണത്തില്ല. ഇത് വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പറയുന്നത്. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, അവര് കർത്താവെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ അവർ നശിച്ചു പോകും. ഇതാണ് സത്യം. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവരെനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വചനം പറയുന്നു, അവര് ക്ഷയിച്ചു വരും. പക്ഷെ നിങ്ങൾ വർദ്ധിച്ചു വരും, നിങ്ങൾ ബലം പ്രാപിച്ചു വരും. നമുക്കൊരു വാക്യമുണ്ട്, സദൃശവാക്യം 25:21-22. നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഒരാളുടെ നാശം ആഗ്രഹിക്കരുത്. കാരണം നമ്മളെ കൊണ്ട് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ റിയലായിട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ റിയലായിട്ട് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു വ്യക്തി നശിച്ചു പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അത് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും, നിങ്ങളുടെ ശത്രുവിന് നൊന്താൽ, ഒരു വിഷമം വന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വിഷമം വരണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അല്ലാതെ ദൈവമേ അവൻ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അവനും നശിച്ചു പോകണമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആ രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ശത്രുവിന് വിഷമം വന്നാലും നിങ്ങളുടെ ഉള്ളിൽ വിഷമം വരണം. അതാണ് റിയലായിട്ടുള്ള ദൈവസ്നേഹം. ഇവിടെ പറയുന്നുണ്ട്, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അല്ലാതെ ഞാൻ തരത്തില്ലെന്ന് പറയത്തില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന നന്മ സകലർക്കും ചെയ്യണം. ഒരു 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 1% പോലും അവർക്കെതിരെ നിങ്ങൾക്കൊരു ഗ്രഡ്ജ്, എന്താ പറയുന്ന ഒരു എനിക്ക് കറക്റ്റ് മലയാളം കിട്ടുന്നില്ല, ഒരു ഒരു നമ്മുടെ ഉള്ളിൽ അറിയാമല്ലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ കാണരുത്. ഒരു തരി പോലും അവർക്കെതിരായിട്ടൊരു നെഗറ്റീവ് കാര്യം നിങ്ങളുടെ ഉള്ളിൽ വരരുത്. നിങ്ങൾ അവരെ അനുഗ്രഹിക്കണം. നിങ്ങൾക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യണം. അവർ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. ഇവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ദാവീദിനെ ഓടിക്കുന്ന സമയത്ത് ദാവീദിനെ ഓടിക്കുന്ന സമയത്ത് ദാവീദ് ഒരു സമയത്ത് ശൗലിനെ ദാവീദിന് അടുത്ത് കിട്ടി, വേണമെങ്കിൽ കൊല്ലായിരുന്നു. പക്ഷെ ദാവീദ് ചെയ്ത കാര്യം, ആ ശൗലിന്റെ ആ ഒരു വസ്ത്രത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ദാവീദ് ശൗലിനെ കാണിച്ചു കൊടുത്തു. എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. വാക്യം കിടപ്പുണ്ട്, 1 ശമൂവേൽ 24:6. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 1 ശമൂവേൽ 24:6. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ
കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുത്, അവൻ യഹോവയുടെ അഭിഷക്തനല്ലോ എന്ന് പറഞ്ഞു. ദാവീദിന്റെ ഹൃദയം നോക്കിക്കേ. ദാവീദിന് വേണമെങ്കിൽ പറയാം, ഞാൻ ഓ ഇത് പ്രവചനം കിടക്കും, അതുകൊണ്ട് എനിക്ക് കൊന്നിട്ട് ഈ ശൗലിനെ ഞാൻ കൊന്ന ശേഷം എനിക്ക് രാജസ്ഥാൻ എടുക്കാമെന്ന് ദാവീദ് ചിന്തിക്കുന്നില്ല. ദാവീദിന് അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ദൈവം ദാവീദിനെ ബ്ലസ് ചെയ്തു. ശൗലിനെ ദൈവം നീക്കി, ദാവീദ് അവിടെ കയറിയിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ദൈവത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകത. നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. അപ്പൊ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അവരെ അനുഗ്രഹിക്കണം. ആര് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നെന്ന് ഓർത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണം. എന്തും ചെയ്തോട്ടെ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്രവാദിയെ കൊണ്ട് നിങ്ങൾക്കെതിരെ എന്താ പറയുന്നത്, ആഭിചാരം ചെയ്യട്ടെ, എന്നാലും ഒന്നും സംഭവിക്കത്തില്ല. ഒന്നും സംഭവിക്കത്തില്ല. കാരണം ദൈവം നിങ്ങളുടെ കൂടെ മൂവ് ചെയ്യുന്നു. നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരായുധവും ഒരിക്കലും ഫലിക്കത്തില്ല. ആരെങ്കിലും പറയുക ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയും അത് നിങ്ങളുടെ റെവലേഷന്റെ കുഴപ്പമാണ്. നിങ്ങൾ പറയുവാണേ, നിങ്ങൾ ഈ വചനത്തെ എന്താ പറഞ്ഞ അവിശ്വസിച്ചാൽ ഉറപ്പായിട്ട് സംഭവിക്കും. അവർ പറഞ്ഞ നെഗറ്റീവ് എല്ലാം നിങ്ങൾക്ക് വരും. പക്ഷെ നിങ്ങൾ ഈ വചനത്തെ വിശ്വസിച്ചാൽ ഞാൻ പറയുന്നത് പോലെ വചനപ്രകാരമുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. കാരണം നമ്മൾ നിൽക്കുന്നത് അബ്രഹാമിന്റെ ഉടമ്പടിയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. ഇന്ന് അതേ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടിരിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് മാറും, നിങ്ങൾ ആരെ അനുഗ്രഹമായിട്ട് മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു വാക്യം ഞാൻ വായിച്ചായിരുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഇവിടെ നിൽക്കുന്ന ചില വ്യക്തികളോട് പറയുവാണ്, നിങ്ങൾക്കെതിരായിട്ടുള്ള കോർട്ട് കേസ് എന്ത് കേസ് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. അത് എന്ത് നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു സാധ്യതയില്ലെങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമാകാൻ വേണ്ടി പോകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ആനി റോയിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കോർട്ട് കേസുകൾ അനുകൂലമാകാൻ വേണ്ടി പോകും. അതിൻ്റെ സീസൺ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ വേണ്ടി പോവുക. നിങ്ങളുടെ മേലുള്ള ആ റെസ്ട്രിക്ഷനെ കർത്താവ് മാറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് ഒരു അനുഗ്രഹമാകാൻ വേണ്ടി മാറാൻ വേണ്ടി പോവാ, അനുഗ്രഹമാകും. ഈ സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷെ അത് മാറി നിങ്ങൾ അനേകർക്ക് കൊടുക്കുന്ന രീതി ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യും. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യും. മഹിമ ജോർജിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുവാണ്, ഇതേ കാര്യം നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികൾ മാറിപ്പോയി. എതിരായിട്ട് നിൽക്കുന്ന എല്ലാ ശക്തികളും നിങ്ങൾ കർത്താവിങ്കിലേക്ക് നിങ്ങൾ ആശ്രയിക്കുന്ന സമയത്ത് തന്നെ, അത് ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന സകലത് മാറിപ്പോകും. അവിടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആ സാഹചര്യത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതുപോലെ സംഭവിക്കട്ടെ. വളരെ പെട്ടെന്ന് ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ കാണാൻ വേണ്ടി പോവാം. ദൈവത്തിന്റെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക, വചനം പറയുന്നത് പോലെ മൂവ് ചെയ്യുക. വചനം പറയുന്ന പോലെ സാമ്പ്രദായ ദൈവം ഒരു അനുഗ്രഹത്തെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞ പോലെ നിങ്ങളുടെ സ്റ്റാറ്റസ് മാറും. അനുഗ്രഹത്തിന്റെ ഒരു പര്യായ പദമായിട്ട് നിങ്ങൾ മാറാൻ വേണ്ടി പോവാ. സാമ്പാദനോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇത് സംഭവിക്കും. എന്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്നല്ല, ഞാൻ നേരത്തെ ഒരു വാക്യത്തിൽ ഞാൻ പറഞ്ഞു, അബ്രഹാം സമ്പത്തിനെ തിരികെ പിടിച്ചു, കൊണ്ടുപോയതിനെ തിരികെ പിടിച്ചു. എല്ലാത്തിനെയും തിരികെ പിടിക്കുന്ന ഒരു സമയം വരാൻ വേണ്ടി പോവാ. സകലത്തിനെയും വീണ്ടും തിരികെ എടുക്കുന്ന ഒരു സീസണിലോട്ട് ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോവുക. നഷ്ടത്തിന്റെ കണക്കല്ല പറയുന്നത്, ലാഭത്തിന്റെ കണക്ക് എനിക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നഷ്ടത്തിന്റെ കണക്കല്ല, ലാഭത്തിന്റെ കണക്ക്. അത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ഒരു റെവലേഷനെ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി
റിലീസ് ചെയ്യുന്നു. ആ ഒരു റെവലേഷൻ ഞാൻ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. സക്കറിയ ജേക്കബിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുവാണ്, നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരായുധവും ഫലിക്കത്തില്ല. നിങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, ന്യായവിസ്താരത്തിൽ നിങ്ങൾക്കെതിരായിട്ട് എഴുന്നേൽക്കുന്ന സകല നാവിനെ നിങ്ങൾ കുറ്റം വിധിക്കും. അതായത് അധികാരം ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി, ഞാൻ കാണുന്ന ഒരു അധികാരത്തിന്റെ ഷിഫ്റ്റ് സംഭവിക്കാൻ വേണ്ടി പോവാ. അധികാരം നിങ്ങളിലേക്ക് വരുന്ന ഒരു റവലേഷനെ ഞാൻ കാണുന്നു. അധികാരം നിങ്ങളിലോട്ട് വരാൻ വേണ്ടി പോവാ. നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കും. ഒന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഒരു അധികാരത്തിന്റെ കൈമാറ്റം സംഭവിക്കാൻ വേണ്ടി പോവാ. രണ്ട്, നിങ്ങൾ നിൽക്കുന്ന പൊസിഷന്റെ മേൽ ദൈവത്തിന്റെ ഒരു അത്ഭുതം വെളിപ്പെടാൻ വേണ്ടി പോവാ. ഞാൻ കാണുന്ന ഒരു ഫേവർ നിങ്ങളുടെ ജോലി മേഖലയിലും വരാൻ പോകുന്ന ചില ഇൻവെസ്റ്റ്മെന്റിന്റെ മേലെ സംഭവിക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ അത് കർത്താവെ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി അതുപോലെ റിലീസ് ചെയ്യും, അതുപോലെ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ഷെൽവി സിസ്റ്ററിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുവാണ്. ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കുന്ന സകല വ്യക്തികളും മാറിപ്പോകും. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിലത് എഴുന്നേക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ വന്ന സകല നഷ്ടത്തെയും ദൈവം ലാഭമാക്കി മാറ്റാൻ വേണ്ടി പോകുക. അബ്രഹാം എങ്ങനെയാണോ സമ്പത്തിനെ തിരികെ പിടിച്ചത്, അതുപോലെ തിരികെ പിടിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി പോവാൻ. തിരികെ പിടിക്കുന്ന ഒരു കാലഘട്ടം യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ റെവലേഷനെ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നു. തിരികെ പിടിക്കുന്ന ആ ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് ഞാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ വിൻസെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ദൈവം പറയുന്ന, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ കാണുന്ന ചില യുദ്ധങ്ങളെ, ആത്മീയ യുദ്ധങ്ങളെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി പോവുക. ചില ആത്മീയ യുദ്ധം, ഞാനിപ്പോ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ കാണുന്ന ഒരു റെവലേഷൻ, നിങ്ങളൊരു യോദ്ധാവായിട്ട് എൻ്റെ സ്പിരിച്വൽ തലത്തിൽ ഞാൻ കാണുവാണ്. അതുപോലെ ചില ആത്മീയ യുദ്ധങ്ങളെ, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില ആത്മീയ യുദ്ധങ്ങളെ നിങ്ങൾ ജയിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ തന്നെ ഒരേ സമയം ദൈവം രോഗത്തിന് മീതെ ഒരു ജയത്തെ ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാ. രോഗത്തിന് മീതെ, പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന രോഗങ്ങളുടെ മീതെ ദൈവം നിങ്ങൾക്ക് ജയം തരും. ദൈവം നിങ്ങൾക്ക് ചെയ്ത ഒന്നിലധികം കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. ദൈവത്തിന്റെ വചനത്തിലോട്ട് നോക്കുക, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. സ്വസ്ഥതയിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നിങ്ങളുടെ മക്കളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളത് കാണാൻ വേണ്ടി പോവുക. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ ഒരു റിലേറ്റീവായ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം കാണിക്കുക. ആ വ്യക്തിയെ ദൈവം ഈ സമയത്ത് തൊടുക. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു റിലേറ്റീവ് മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി സഫർ ചെയ്യുന്നത് ഞാൻ കാണുവാണ്. ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ഇപ്പോൾ വെളിപ്പെടുക യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ വ്യക്തിയെ ഞാൻ ഇപ്പോൾ, ആ വ്യക്തിയുടെ മേലുള്ള ആ ഒരു അന്ധകാര ശക്തിയെ ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യും. ആ യോക്ക് അവിടെ ബ്രേക്ക് ആകട്ടെ. ആ യോക്ക് യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യും. അതുപോലെ സംഭവിക്കട്ടെ. വിൻസെന്റ് ബ്രദറെ, അത് നിങ്ങളുടെ അനിയനാണോ ചേട്ടനാണോ? അത് ആരാ? അത് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ബ്രദറെ, അത് എന്റെ ചേട്ടനാ. ബ്രദർ ഭയങ്കര, പിന്നെ പുള്ളിക്ക് പൈസ കൈ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ പോയി വെള്ളം അടിക്കും, എല്ലാരെയും ചീത്ത വിളിക്കും, ഭയങ്കരമായ ചീത്തയാണ്. അത് എവിടെയാ ഭയങ്കര ചേട്ടനാ. താമസിക്കുന്നത്? പുള്ളി തൊടുപുഴയാണ്. വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ആ വ്യക്തിക്ക് ഒരു മാറ്റം വരാൻ വേണ്ടി പോവാ. വിശ്വസിക്കുക, അതെ. പ്രാർത്ഥിക്കുക. എന്റെ ചേട്ടൻ തന്നെ ബ്രദർ, ചേട്ടനാണ്. ചേട്ടനാണ്. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്, പുള്ളിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പുള്ളി നല്ല മനുഷ്യനാണ്, എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത. പക്ഷെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പുള്ളി ആ ഒരു മദ്യത്തിന്റെ ഒരു അഡിക്റ്റ് ആണ്. കിട്ടിക്കഴിഞ്ഞാൽ വളരെ അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പിള്ളേർ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് ആ ഒരു അവസ്ഥയാണ്. ഇത് സംഭവിക്കാൻ വേണ്ടി പോവാണേ. വിശ്വസിക്കുക. സംഭവിച്ചിട്ടുണ്ട്. കാര്യം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി, അമ്യൂട്ട് ചെയ്തോ, എല്ലാവർക്കും വേണ്ടി വെളിപ്പെടുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞാൻ ഈ വന്നിരിക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ റോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ കർത്താവെ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ
വലിയ വെളിപ്പെടലുകൾ സംഭവിക്കട്ടെ. വെളിപ്പെടലുകൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങളൊരു കവനന്റിലാണ്. നിങ്ങളൊരു കവനന്റിലാണ്. ആ കവനന്റ് നിങ്ങളുടെ കുടുംബത്തിൽ അത് ഓൾറെഡി വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുക. വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഞാൻ കാണുന്ന അനുഗ്രഹം നിങ്ങളുടെ ജോലി മേഖലയിൽ അത് വെളിപ്പെട്ട് വരും. അനുഗ്രഹം നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില ഫ്ലാറ്റുകളെ ദൈവം റിലീസ് ചെയ്യുന്നു, ചില ഹൗസുകളെ, ഭവനങ്ങളെ റിലീസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണാം. അത് നിങ്ങളുടെ കയ്യിലേക്ക് വരും. അത് നിങ്ങളുടെ കയ്യിലേക്ക് വരും. അത് പ്രധാനമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെ ദൈവം തൊടും. അദ്ദേഹത്തെ ഓൾറെഡി ദൈവം തൊട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് മേലും അദ്ദേഹത്തിന്റെ ജോലി മേഖലയിലും ഞാൻ ഈ പറഞ്ഞ ബ്ലെസ്സിങ്ങുകളെ നിങ്ങൾ കാണാൻ വേണ്ടി പോവുക. മക്കളെ ദൈവം കാണിക്കുക. മക്കളെ ദൈവം അനുഗ്രഹിക്കുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ, ഞാനിപ്പോ ഈ സമയത്ത് മക്കളെ ദൈവം തൊടുന്നതായിട്ട് കാണാം. സിസ്റ്ററെ, എത്ര മക്കളായിരുന്നു ഉള്ളത്? എത്ര പിള്ളേരെന്തായിരുന്നു? 2 മക്കള്, ആണും പെണ്ണും ആണോ അതോ? പെണ്ണുങ്ങള്, 2 പെണ്ണുങ്ങള്. ഞാൻ ഒരു മോളെ ദൈവം തൊടുന്നതായിട്ട് ഞാൻ കണ്ടേ. ഒരു മോളെ ദൈവം തൊടുന്നതായിട്ട് ഞാൻ കാണും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ ഫ്യൂച്ചറിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അൺലോക്ക് ചെയ്യുന്നു. അൺലോക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ആ മോളുടെ മേൽ ദൈവത്തിന്റെ, ഞാൻ ഈ പറയുന്ന കാര്യം ഇളയ മോളുടെ കാര്യം പറഞ്ഞ ഇളയ മോളുടെ കാര്യമാണ്. ദൈവത്തിന്റെ ഒരു മഹത്വം ആ കുഞ്ഞിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാം. വെളിപ്പെടാൻ വേണ്ടി പോവാം. നിങ്ങൾ ആ ഒരു ചേഞ്ച് കാണാൻ വേണ്ടി പോവാം. ആ ഒരു ചേഞ്ച് ഞാനിത് പറഞ്ഞ സമയത്ത് തന്നെ ഈ ഭാവിയിൽ ഈ കുഞ്ഞ് പോകാൻ വേണ്ടി പോകുന്ന ഒരു മേഖല ദൈവം എന്നെ കാണിക്കുക. അത് പഠനവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. അതിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ അതിന്റെ ഏത് മേഖല എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനത് പറയാത്തത്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയാം. ഞാൻ അതിനുവേണ്ടി അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിൽ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവെ, ഞാൻ പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞ വചനങ്ങൾ ഇവരുടെ കുടുംബത്തിൽ അത് വലിയ മിറക്കിളായിട്ട് മാറട്ടെ. മിറക്കിളായിട്ട് മാറട്ടെ. ഇവരുടെ സ്ഥലത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. എല്ലാ നെഗറ്റീവ് തിങ്സിനെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഒരേ സമയം ഇവർ നിൽക്കുന്ന മണ്ണിലും ഇവരുടെ മറ്റ് സ്ഥലങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി ഈ സമയത്ത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ലോക്കായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഓപ്പൺ ആക്കുന്നു. എല്ലാ ലോക്കായിട്ടുള്ള കാര്യങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓപ്പൺ ആക്കുന്നു. ഒന്നിലധികം ഫിനാൻഷ്യൽ സോഴ്സുകളുണ്ട്. അത് ഓൾറെഡി അൺലോക്ക്ഡ് ആണ്. അതിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി പോവുക. പ്രവേശിക്കാൻ വേണ്ടി പോവുക. ഞാൻ ഓൾറെഡി വീണ്ടും ഒരു റെവലേഷനെ കാണും. ഞാൻ ഓൾറെഡി ഒരു കടമുറി നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ആയതായിട്ട് ഞാൻ കാണുക. അതിനെ യേശുവിന്റെ നാമത്തിൽ അതുപോലെ റിലീസ് ചെയ്യും. അതിനകത്തൊരു ഫേവർ നിങ്ങൾ കാണാൻ വേണ്ടി പോകും. അതിന്റെ വാടകയുടെ മേലും അതിന്റെ എല്ലാ പേപ്പർ വർക്കിന്റെ മേലും ഒരു ഫേവറിനെ ഞാൻ കാണാം. വളരെ പെട്ടെന്ന് തന്നെ ചില ഷിഫ്റ്റിങ്ങുകൾ, വളരെ പെട്ടെന്ന്, അത് പിന്നെ നടക്കുന്ന കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന്, വളരെ ഹറി ആയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള റെവലേഷൻ കാണുക യേശുവിന്റെ നാമത്തിൽ. അതിനെ അതുപോലെ റിലീസ് ചെയ്യും. അതുപോലെ ഞാൻ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ ബിൻഷോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ അതേ റെവലേഷൻ ഇവരുടെ ജീവിതത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിനകത്ത് ഉറച്ചു നിൽക്കുവാനുള്ള കൃപ വെളിപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെളിപ്പെടട്ടെ കർത്താവെ. ഈ വരുന്ന വർഷങ്ങൾ, ഈ വരുന്ന മാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ മിറക്കിളിനെ കാണട്ടെ. ഒരു ടെസ്റ്റ് മണിയുടെ സമയമായി മാറട്ടെ. വലിയൊരു ടെസ്റ്റ് മണി ഇവരിൽ നിന്ന് വെളിപ്പെട്ട് വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ടെസ്റ്റ് മണിയെ യേശുവിന്റെ നാമത്തിൽ അതിനെ വെളിപ്പെട്ട് വരാൻ ഞാൻ കാണുന്ന റെവലേഷൻ, നിങ്ങൾ ടെസ്റ്റ് മണി പറയുന്ന റെവലേഷനെ ഞാൻ കാണുക. അതുപോലെ സംഭവിക്കും. ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വേണ്ടി ചില മിറക്കുകളിനെ ദൈവം ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ കാണും. അത് നിങ്ങൾ പറയും. അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോയി യേശുവിന്റെ നാമത്തിൽ. അതുപോലെ ഞാൻ റിലീസ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ റീന ക്രിസ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തെ അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ
അതിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യും. യേശുവിൻ്റെ നാമം. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. ഒരു അത്ഭുതം ആ മകന് വേണ്ടി വെളിപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ മിറക്കിൾ അവരുടെ ലൈഫിൽ, അവരുടെ ഫാമിലിയിൽ വെളിപ്പെടട്ടെ. അത് അവർ കാണുന്നു, അവരനുഭവിക്കട്ടെ. അത് അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവേ, ഞാൻ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. വലിയൊരു മിറക്കിളിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ. വലിയൊരു മിറക്കിളിലേക്ക്. ഈ വർഷം ഒരു ഗ്രോത്തിൻ്റെ വർഷമാകാൻ വേണ്ടി പോവുകയാണ്. ഒരു ഗ്രോത്തിൻ്റെ വർഷമാകാൻ വേണ്ടി പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ പുതിയ ചില കാര്യങ്ങളിലേക്ക് ദൈവം എൻ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ തന്നെ ജോലിയുടെ മേഖലയിൽ ഒരു സ്ഥിരതയെ ദൈവം കൊണ്ടുവരും. ഒരു സ്ഥിരത, അതിനുവേണ്ടിയുള്ള ഒരു ഫേവറിനെ വെളിപ്പെടുന്നതായിട്ട് ഞാൻ കാണും. ഒരു ഫേവർ വെളിപ്പെടുന്നതായിട്ട് കാണും. അപ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ ദൈവം ചില മിറക്കിളെ ചെയ്യാൻ വേണ്ടി പോവുക. മിറക്കിളിനെ ചെയ്യാൻ വേണ്ടി പോവുക. ഞാൻ കാണുന്ന ഒരു ഓഫീസർ പദവിയിലേക്ക് ഒരു പ്രൊമോഷൻ വളരെ പെട്ടെന്ന് സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു. അതുപോലെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ജൂൺ മാസം അതിൻ്റെ ഒരു പ്രോസസ്സിലോട്ട് കയറുന്നതായിട്ട് ഞാൻ കാണുക. എല്ലാ സർട്ടിഫിക്കറ്റുകളും റെഡിയാക്കി വെക്കുക. അതിൻ്റെ മേലെ എന്തെങ്കിലും ചെയ്യാനുണ്ടല്ലോ ആ കാര്യങ്ങൾ ചെയ്യുക. റെഡി ആയിട്ട് നിൽക്കുക യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു. അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവേ, ഞാൻ രാജി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്നു. എവിടെയാണോ നഷ്ടപ്പെട്ടത് അതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളെയും ക്യാൻസൽ ചെയ്യുന്നു. അനുഗ്രഹം വെളിപ്പെടട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും വെളിപ്പെടട്ടെ. അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു. അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഫാമിലികൾ റിലീസ് ചെയ്യുന്നു. കർത്താവേ, അത് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. ഒരു പുതിയ മേഖലയിലേക്ക് ഈ വർഷം എൻ്റർ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റർ ആകട്ടെ. ദൈവം പറഞ്ഞ വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികളിലേക്ക് വരിക. ദൈവം ചില ഓപ്പർച്യൂണിറ്റി തരും. അതിനെ പിടിക്കുക. അതിൻ്റെ ആ സമയത്തെ സാധ്യതയെ നോക്കരുത്. അതിനെ പിടിക്കുക. അതിന് മുന്നേറി പോവുക. ഞാനിത് പറഞ്ഞ ജോലി മേഖലയെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. ഇത് സംഭവിക്കും. അതിൻ്റെ ഓൾറെഡി ചില ഡോറുകൾ ഓൾറെഡി ഓപ്പൺ ആയിട്ട് കിടക്കുക. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ റീസ്റ്റോറേഷനെ ഞാൻ കൽപ്പിക്കുന്നു. എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത് അത് റീസ്റ്റോർ ആകട്ടെ. അത് റീസ്റ്റോർ ആകട്ടെ. കർത്താവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ മെറീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പറഞ്ഞ വചനത്തെ ആ ഉടമ്പടിയുടെ ശക്തി ഇവർക്ക് വേണ്ടി റിലീസ് ആകട്ടെ. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നീ ഒരു അനുഗ്രഹമാണ്. നിന്റെ മേലെ അനുഗ്രഹം വെളിപ്പെടും. ശാപമല്ല, അനുഗ്രഹം തന്നെ വെളിപ്പെടും. അനുഗ്രഹം വെളിപ്പെടുന്ന ഒരു സീസൺ നിന്റെ കുടുംബത്തിലും നിന്റെ എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ റിലീസ് ചെയ്യും. അതുപോലെ റിലീസ് ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പറയുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടി ഒരു കൊയ്ത്ത് ഓൾറെഡി ദൈവം വെച്ചിരിക്കുക. ആ കൊയ്ത്തിനെ നിങ്ങൾ കാണും. ആ കൊയ്ത്തിനെ നിങ്ങൾ കാണും. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ്. കർത്താവ്, ഞാൻ ഏലീശയ്ക്ക് വേണ്ടി ബോജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഏലീശയെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില ഡോറുകൾ ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. ചില ഡോറുകൾ ഓപ്പൺ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില പഠനത്തിൻ്റെ ജോലിയുടെ ഒരു പുതിയ മേഖല ഓപ്പൺ ആവുക. ഒരു പുതിയ മേഖല ഓപ്പൺ ആകുക യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ. അതിനുവേണ്ടി ചില യാത്രകളെ ഞാൻ കാണുന്നു. ചില യാത്രകൾ ഓൾറെഡി ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഒരുക്കപ്പെട്ട്. ഏലീശ പഠിക്കുന്ന എന്തായിരുന്നു? എഞ്ചിനീയറിംഗ് ആണ്. എന്തായിരുന്നു പഠിക്കുന്നത്? എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? അൺമ്യൂട്ട് ചെയ്തോ? അതെ, എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ്. ഇതിപ്പം കഴിഞ്ഞോ? ഇതിന്റെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഹയർ സ്റ്റഡീസിന് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു യാത്രയെ കാണുകയാണ്. ഇപ്പൊ ഒരു യാത്ര സംഭവിക്കാൻ വേണ്ടി എവിടെയാ നോക്കുന്നത്? ഹയർ സ്റ്റഡീസ് എവിടെയാ നോക്കുന്നത്? ഹയർ സ്റ്റഡീസ് എവിടാന്ന് അറിയത്തില്ല, നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു വലിയൊരു ഡോറോ ഇത് ഓപ്പൺ ആവുക ഏലിശയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ.
യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഒരു മിറക്കിളിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവെ ഇത് ഇത് കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ഉന്നതമായ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ. ഉന്നതമായ ഒരു അതിന്റെ സാധ്യതകളില്ല, അതിന്റെ വഴിയില്ല. പക്ഷെ ഞാൻ US-ൽ ഒരു ഡോറിനെ ഞാൻ ഓപ്പൺ ആക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതുപോലെ സംഭവിക്കട്ടെ, അതുപോലെ സംഭവിക്കട്ടെ. കർത്താവെ ഞാൻ നിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ മിറക്കിളിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. വലിയ മിറക്കിളിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ദൈവത്തിന്റെ ഫിനാൻസുകൾ ഇവരുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കട്ടെ. ദൈവിക ഫിനാൻസുകൾ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ മിനിസ്ട്രി ചെയ്യത്തക്ക രീതിയിൽ ചില വഴികളും വാതിലുകളും ഓപ്പൺ ആകട്ടെ. വഴികളും വാതിലുകളും ഓപ്പൺ ആകട്ടെ. പരിശുദ്ധാത്മാവ് ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മൂവ് ചെയ്യും. ഞാനിത് പറയുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി മൂവ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ശക്തി ഇപ്പോൾ റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും നിങ്ങളെ ഹിൻഡർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങളുടെ വഴി അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ആ അനുഗ്രഹത്തെ അതുപോലെ റിലീസ് ചെയ്യുന്നു. അതുപോലെ കർത്താവ് ഞങ്ങളുടെ ശക്തി ഇപ്പോൾ ടച്ച് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തി ഇപ്പോൾ ടച്ച് ചെയ്യണം യേശുവിന്റെ നാമത്തിൽ. ആ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ടൈപ്പ് സ്റ്റോണുകൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ദൈവം അതിനെ റിമൂവ് ചെയ്യുക. ഏതെങ്കിലും ടൈപ്പ്, ഏതെങ്കിലും ഗ്രോത്ത് സ്റ്റോണുകൾ നിങ്ങളുടെ ശരീരത്തുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ സമയത്ത് ദൈവം എനിക്ക് റെവലേഷൻ തരുന്നു, അതെല്ലാം ശരീരത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകും. ഈ സമയത്ത് ഗ്രോത്തുകള്, ഹോർമോണൽ ഇഷ്യൂസ്, സ്റ്റോണുകൾ, ഇത് ഈ സമയത്ത് ദൈവം ക്യാൻസൽ ചെയ്യുക. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഈ സമയത്ത് റിലീസാകും. ഈ സമയത്ത് റിലീസാകും യേശുവിന്റെ നാമത്തിൽ. സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവെ സർജറികൾ, അൺനെസസറി ആയിട്ടുള്ള സർജറികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ. The mighty name of Jesus. Mighty name of Jesus. ചില ആൾക്കാർ വളരെയധികം, ചില ആൾക്ക് ഞാൻ കാണുന്ന റെവലേഷൻ, ചില ആൾക്കാർ വല്ലാതെ വേർക്കുന്നു. ഞാൻ പറഞ്ഞ നോർമൽ ഒരു വേർപ്പിനെ കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ ഒരു രോഗത്തിന്റെ കണ്ടീഷനെ ഞാൻ കാണാം. ഈ സമയത്ത് ദൈവം ആ ഒരു രോഗാവസ്ഥയെ എടുത്തു കളയുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. കർത്താവ് ഞങ്ങളുടെ സൗഖ്യത്തെ ദൈവം അങ്ങ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായിട്ടാണ്. വ്യക്തികളെ അങ്ങ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ടാണ് യേശുവിന്റെ നാമത്തിൽ. യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലങ്ങളെ ദൈവം ഇപ്പോൾ ക്യാൻസൽ ചെയ്യും. ഞാൻ അങ്ങനെ ഒരു ചില ഗ്രോത്തുകളെ ദൈവം റിമൂവ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുക യേശുവിന്റെ നാമത്തിൽ. ഞാനൊരു സ്കാനിങ് റിപ്പോർട്ട് കാണുവാണ്. ആ സ്കാനിങ് റിപ്പോർട്ടിനകത്ത് ചില ഗ്രോത്തുകളെ കാണിക്കുക. പക്ഷെ ഈ സമയത്ത് ദൈവത്തിന്റെ ശക്തി റിലീസാകുന്നു. അത് ക്യാൻസലായി പോവുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. രണ്ടാമത് ഞാൻ കാണുന്ന ഒരു റെവലേഷൻ, ചിലരുടെ കൈയുടെ ഈ ഭാഗത്തായിട്ട് ഒരു പെയിൻ വരുന്ന ആൾക്കാരെ ഞാൻ കാണുക. ആ ഒരു കൈ മൊത്തത്തോടെ ചില സമയത്ത് പെയിനിലോട്ട് പോകും യേശുവിന്റെ നാമത്തിൽ. കർത്താവെ അങ്ങനെയുള്ള വേദനകൾ, ശരീരത്തെ വേദനകൾ വിട്ടു മാറിപ്പോട്ടെ. ബോൺ ഇഷ്യൂസ്, നെർവ് ഇഷ്യൂസ്, യേശുവിന്റെ നാമത്തിൽ അതിനെ ഇപ്പോൾ അധികാരമുള്ള നാമത്തിൽ ആ രോഗത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ സൗഖ്യത്തെ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യും. അധികാരത്തെ, യേശുവിന്റെ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. അതങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായിട്ടുണ്ട്. അതങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. കർത്താവെ ഞാൻ കൃപാഘോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് പറഞ്ഞ പോലെ വിരോധമായിട്ടുള്ള ആൾക്കാർ മാറിപ്പോകും. ദൈവം അനുഗ്രഹിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കും. ആ വചനത്തെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യും. അത് സംഭവിക്കും. ചില പുതിയ അനുഗ്രഹങ്ങളെ ഈ വർഷം കാണാൻ വേണ്ടി പോവുക. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ. യാക്കോബിന്റെ മേൽ ദൈവത്തിന്റെ വലിയ മിറക്കിൾ സംഭവിച്ചപ്പോൾ ഒരു കൂട്ടമായി മാറിയതുപോലെ അങ്ങനെ ചില യാക്കോബ് ഒരു വടിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ യാക്കോബിനെ ദൈവം ഒരു വലിയ കൂട്ടമായിട്ട് ബ്ലസ് ചെയ്തു. അതുപോലെ ഒരു ബ്ലസ്സിങ്ങിലേക്ക്
വലിയ മൾട്ടിപ്ലിക്കേഷനായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവെ, ഞാൻ ക്രിസ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശരീരത്തെ ടച്ച് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം മുഖങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഇദ്ദേഹത്തിനെ ഒരു പുതിയ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് വലിയൊരു ആത്മീയ മേഖലയിൽ ഐ റിലീസ് എ പ്രൊമോഷൻ ഇൻ യുവർ ലൈഫ്. ഐ റിലീസ് എ പ്രൊമോഷൻ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ അതുപോലെ റിലീസ് ചെയ്യും. ഞാൻ പിന്നെ പറയാണ്, നെർവ് സംബന്ധിച്ച്, പേശികളെ സംബന്ധിച്ച് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഈ സമയത്ത് സൗഖ്യമാവുക. എനിക്കറിയാം, അങ്ങനെയുള്ള കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുക. പിന്നെയും ദൈവം അതെനിക്കത് നിങ്ങളുടെ ഉള്ളിലെ ഒരു പേശി വലിവാണോ അതോ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് ഒരു പെയിനുമായിട്ട് ബന്ധപ്പെട്ടു, ശരീരത്തെ ഒരു പെയിനുമായിട്ട്. പക്ഷെ ഈ സമയത്ത് ദൈവം അതിനെ ദൈവം സൗഖ്യമാക്കും യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ പിന്നെ പറയുകയാണെ, നിങ്ങൾ കഴിയുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആക്കുക, എന്നാൽ എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ. In the name of Jesus. കർത്താവ്, ഞാൻ റോസമ്മ നായിക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഇന്നത്തെ വചനപ്രകാരം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ ഞാൻ റിലീസ് ചെയ്യും. എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഓപ്പണായി വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഒരു മേഖല, ഇവരുടെ ആ ജോലി മേഖല, ഇവർ നിൽക്കുന്ന ആ ഒരു കോൺട്രാക്റ്റിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കട്ടെ. അത് ഇപ്പോൾ അങ്ങ് ചെയ്ത കൃപയ്ക്കായിട്ട് ശരീരത്തിൻ്റെ മേൽ വലിയ സൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ മേഖലകളും ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിമിത്തം യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. അതങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഷീല ഓസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വലിയ മിറക്കിള് ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. വചനത്തെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു. In the name of Jesus. അതങ്ങനെ ചെയ്ത കൃപയ്ക്കായിട്ട് in യേശുവിൻ്റെ നാമത്തിൽ. Pray for Hazel. I release a breakthrough in your life. I release every kind of blessing which is written in the word of God. I release covenant and miracles in your life. In the name of Jesus, I release it. And you are going to see that blessing in your life. കർത്താവേ, ഞാൻ വിജയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മിറക്കിളിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറട്ടെ. എനിക്കറിയാം, നിങ്ങളതിനകത്ത് എനിക്ക് ചില ആൾക്കാരെ അറിയാം, ഒരു മലയാളം അറിയാത്ത വ്യക്തികളാണ്. നിങ്ങൾ ആരെങ്കിലും മലയാളം, if anybody don't know Malayalam, just raise your hand. Okay. ചില ആൾക്കാർ മലയാളം അറിയാത്തതെന്ന് എനിക്കറിയാം. വിജയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രത്യേക അബ്രഹാമിന്റെ കവനന്റിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അതേ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ ശീതളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില അധികാരത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. ചില കാര്യങ്ങളെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ ഒരു മിറക്കിളിനെ ഞാൻ ആ പ്ലേസിൽ റിലീസ് ചെയ്യുന്നു. അവിടെ സഹായിക്കാൻ വേണ്ടി ചില വ്യക്തികളെ എഴുന്നേറ്റ് വരുന്നുണ്ട്, ഞാൻ കാണും. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന്റെ ഹെൽപ്പിനെ, ഡിവൈൻ ഹെൽപ്പിനെ ഞാൻ അവിടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആക്ടിവേറ്റ് ചെയ്യും. നിൽക്കുന്ന സ്ഥലത്ത്, നിൽക്കുന്ന മേഖലയിൽ ദൈവത്തിന്റെ വെളിപ്പെടൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. Father, I am praying for Daisy D'Souza. I release a breakthrough in her life. Father, whatever I have preached today, I am releasing the revelation in her life. I am releasing the Abrahamic covenant which we gained through Jesus Christ.
revelation in the name of Jesus. I release it in your life. Father, I'm praying for Binjo. I bless her life. I bless her life. I see a lady in that window. I bless her. I release a breakthrough. I'm releasing a healing on your body. I'm releasing a healing on your body in the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാൻ സകല വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കേട്ട സകല വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവെ, അവർ മിറക്കിളിനെ കാണട്ടെ, അവർ അത്ഭുതത്തെ കാണട്ടെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവാണ്. എന്ത് നിങ്ങൾ കേട്ടോ, എന്ത് നിങ്ങൾ വിശ്വസിച്ചോ, അത് നിങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളത് കാണാൻ വേണ്ടി പോവാണ്? നിങ്ങൾ ഇന്ന് കേട്ടോ സകല വചനവും സകലതും നിങ്ങൾ കാണും, സകലതും നിങ്ങൾ അനുഭവിക്കും. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് പ്രൊവൈഡ് ചെയ്തിരിക്കും. നിങ്ങൾ അനുഗ്രഹമാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആർക്കും നിങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതാണ് സത്യം. ഈ സത്യത്തിന്റെ മുകളിൽ വേറെ ആൾക്കാർ എന്നാ പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന പാസ്റ്റർ ആയിരിക്കാം, നിങ്ങളോട് വന്ന് നെഗറ്റീവ് പ്രസംഗിച്ചാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം വചനം പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾ അനുഗ്രഹമായിട്ട് തന്നെ മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ മീറ്റിങ്ങിന്റെ സമയം കഴിയുവാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മീറ്റിങ്ങിൽ വന്നതെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പഴയ വീഡിയോസ് കാണാം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സൂം മീറ്റിങ്ങിന് ഒരു ID ഉണ്ട്, 9495 എന്നത് ഒരു 704635 ഒരു ID ഉണ്ട്. ആ ID തന്നെയാണ് മൊബൈൽ നമ്പർ. അതിലോട്ട് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ മിനിസ്ട്രി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ എപ്പോഴാണോ ഈ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ് വീണ്ടും നിങ്ങൾ മെസ്സേജിനെ കേൾക്കുക. ആ വചനത്തെ നിങ്ങൾ റിസീവ് ചെയ്യുക. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു ആ വചനത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ റിസൾട്ട് കണ്ടിരിക്കും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.